വീക്കെൻഡാണ്, അടിപൊളി വെതറാണ്. ഒരു ചെറിയൊരു റോഡ് ട്രിപ്പ് 45-50 മിനിറ്റ്സ് ഒരു ഡാമിലോട്ടാണ് പോകുന്നത്. വൈറ്റാക്രി ഡാം എന്ന് പറഞ്ഞിട്ട്, അതായത് ഓക്ലൻഡിൽ നിന്ന് ഇപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 45-50 മിനിറ്റ്സേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോവാം. നാണപ്പന് വിശക്കുന്നുണ്ടോ? ഓ സോറി, നാണപ്പന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞില്ല. നാണപ്പനാണ് ക്യാമറമാൻ. നാണപ്പൻ്റെ പേര് വന്നത് പറഞ്ഞാൽ നാണപ്പന് ക്യാമറയുടെ ഫ്രണ്ട് വരാൻ ഭയങ്കര നാണമാണ്, അതുകൊണ്ടാണ് നാണപ്പൻ എന്ന് പേരിട്ട്. ചെറിയ വഴിയും ഇടുക്കുള്ള വഴിയും, സ്പീഡ് ലിമിറ്റ് ആണെങ്കിൽ 50-60 ഉള്ളൂ. അതുകൊണ്ട് എത്തുന്നില്ല ഓടിച്ചിട്ട്. ഇനിയുണ്ട് 12 മിനിറ്റ് ഓടിച്ച്. എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറായി ഓടിച്ച പോലെ ഉണ്ട്. ഈ വൈറ്റാക്രി റേഞ്ചസ് എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ. ലൈക്ക് ഞാൻ ഒരു 3-4 ട്രെക്കൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇഷ്ടം പോലെ ഉണ്ട്. എന്താ വെച്ചാൽ ഈ ഒരു വെസ്റ്റ് നിന്ന് നോർത്ത് വെസ്റ്റ് ആയിട്ട് ഫുള്ളി കവർ ചെയ്യും. ഇതിൻ്റെ അകത്ത് ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. അത് എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ, അഡ്വഞ്ചറസ് ആൾക്കാരാണെങ്കിൽ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. വൈറ്റാക്രി നമ്മൾ എത്തി. വൈറ്റാക്രി ഡാം ഫൈനലി എത്തിയിരിക്കുകയാണ്. വീക്കെൻഡൊക്കെ വരുമ്പോൾ ഒരു 45-50 മിനിറ്റ് ഒരു നടക്കാന്നൊക്കെ പറഞ്ഞാൽ നല്ല റിഫ്രഷിങ് ആണ്. പിന്നെ അടുത്താണ്. ഇതേപോലെ ഒരുപാട് സ്ഥലമുണ്ട് ഓക്ലൻഡിൽ, നമ്മളറിയാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ ചെറിയ ട്രെക്ക്. പക്ഷെ ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു മൈൻഡും റിഫ്രഷ് ആവും, അതുപോലെ ഒരു ഹെൽത്തി ഫീലിംഗ് ആണ്. എന്താ എഴുതി വെച്ചൊക്കെ നോക്കട്ടെ. ഇത് കൺസ്ട്രക്ഷൻ 1906 തുടങ്ങി 1910 തീർന്നതാ. കോൺക്രീറ്റ് വെച്ച് പണിത ഡാമുമാണ്. ബാക്കി വായിക്കാൻ വയ്യ, നമുക്ക് പോവാം. പിന്നെ സ്പിൽവേ എവിടെയാ? ഇന്നില്ലേ ക്ലൗഡി ആയതുകൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ട്. സാധാരണ ഈ വെയിലില്ലേ, ഇവിടുത്തെ വെയിൽ എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട വെയിലാണ്. അതായത് അടിച്ച് സ്കിന്നിൽ ഇങ്ങനെ ഇങ്ങനെ കയറും. എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ക്ലൗഡി ആയതുകൊണ്ട് ഇറ്റ്സ് നൈസ്. നല്ല അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ ആക്ച്വലി സീ ഒരു നല്ല തിക്കല്ല എന്താ പറയുക, ലഷ് ആയിട്ടുള്ള ജംഗിള് കാണാം. ഇതിനൊക്കെയാണ് വൈറ്റാക്രി റേഞ്ചസ് എന്ന് പറയുന്നത്. ചെറിയൊരു ഡാം എന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിലെ ഡാമൊക്കെ വെച്ച് നോക്കിയതൊന്നുമല്ല. ഒരു വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഡാം. ഇറ്റ്സ് ജസ്റ്റ് ആൻ എസ്കേപ്പ്. ലൈക്ക് ഒരു വീക്കെൻഡ് എന്താ പറയുന്ന ഒരു റിലാക്സിങ്, അത്രേ ഉള്ളൂ. സ്പെഷ്യലായിട്ടൊന്നുമില്ല. നോ സർപ്രൈസസ് യെറ്റ്. കണ്ടന്റ് എന്നുള്ള രീതിയിൽ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല. എനിക്ക് ജസ്റ്റ് ഒരു വീഡിയോ ഒന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ടുള്ള ജസ്റ്റ് ഒരു വീക്കെൻഡ് ഗെറ്റ് അവേ. നമ്മളിനി എന്താ ചെയ്യാൻ പോണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാൻസൽ ചെയ്തു. കാരണം സമയം കൊഞ്ചം ലേറ്റ് ആയിരിക്ക്. അതുകൊണ്ട് നമ്മൾ കോസ്കോ പോവാണ്. കോസ്കോ ചെന്നിട്ട് ഹോട്ട് ഡോഗ് കഴിക്കാൻ പോവാണ്. അതിനിടയിൽ ചെറുതായിട്ട് ചെറിയൊരു ഷോപ്പിങ്ങും ചെയ്യണം. അപ്പോൾ അതിൻ്റെ പരിപാടിയോട്ട് ഇനി കടക്കാൻ പോവാണ്. പോവാം. ഈ സ്ഥലം എപ്പോഴും തിരക്കാട്ടോ, ഒരു രക്ഷയില്ലാത്ത തിരക്കാ. ഭയങ്കര തിരക്കാ ഇവിടെ, ഒരു രക്ഷയില്ല. കോസ്കോ കയറി കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയുമല്ലോ ഇല്ല. 2 ഹോട്ട് ഡോഗ് ഒക്കെ കഴിച്ചിട്ട് നൈസായിട്ട് ഇറങ്ങിയതാ. ഇപ്പോൾ പെട്രോൾ അടിക്കാൻ പോവാണ്. കോസ്കോ കയറി കഴിഞ്ഞാൽ പിന്നെ പെട്രോൾ അടിക്കണം, അതാണ് കാടിൻ്റെ നിയമം. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് അടിച്ചപ്പോൾ 225 ആയിരുന്നു. പ്രാവശ്യം അടിച്ചപ്പോൾ 248. എന്നെ പറ്റിച്ചു ഗൈസ്, കോസ്കോ എന്നെ പറ്റിച്ചു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ റാപ്പപ്പ് ചെയ്യുവാണ്. അപ്പോൾ എൻ്റെ 281 സബ്സ്ക്രൈബേഴ്സിനോട് ബൈ. തെറി വിളിച്ചു തോന്നുന്നു, വേണ്ട, അതിനെ വെറുതെ വിട്ടേക്കാം.